ഹലോ ഫ്രണ്ട്സ്, സീടെക് ഇലക്ട്രോണിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് വന്നിരിക്കുന്നത് എൽ ജിയുടെ 20 CRT കിറ്റാണ്. LED ഉണ്ട്, ഓസിലേറ്റ് ചെയ്യുന്നില്ലെന്നതാണ് നമ്മുടെ കംപ്ലൈന്റ്. നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ സീരിയലിലാണ് നമ്മൾ കൊടുക്കുന്നത്. LED കത്തിയിട്ടുണ്ട്, നമ്മുടെ സീരിയൽ ബൾബ് എടുക്കുന്നുണ്ട്, ഓസിലേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കൊന്ന് ഡയറക്റ്റ് ചെയ്ത് നോക്കാം. ഡയറക്റ്റ് കൊടുത്ത് ഓൺ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇപ്പോൾ ഓസിലേറ്റ് ചെയ്യുന്നില്ല. നമ്മുടെ സ്ക്രീൻ ബ്ലാങ്ക് ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കംപ്ലൈൻറ്റ് നോക്കാം. വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ മീറ്റർ ഇവിടെ ഗ്രൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ DC 200 ആണ് മീറ്റർ ഉള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 110 വോൾട്ട്, 115 വോൾട്ട് ഉണ്ട്. ഇത് നമ്മുടെ ആഡിയോ വോൾട്ടേജ് ആണ്. നമ്മുടെ ആഡിയോ വോൾട്ടേജ് 26 വോൾട്ട്. ഇനി നമ്മുടെ കൺട്രോൾ വോൾട്ടേജുകൾ 10.7 ഉണ്ട്. ഓക്കെ ആണ്, അത് ഓക്കെ. ഇനിയിപ്പോൾ നമ്മുടെ 110 ലൈൻ നമുക്കൊന്ന് ട്രേസ് ചെയ്ത് നോക്കാം. ഓക്കെ, 110 ഇവിടെ ഒരു കോയിലാണ്. നമ്മുടെ B+ ഇവിടെ വരെ വോൾട്ടേജ്. ഓക്കെ, നമ്മുടെ ഇവിടെ B+ പോയിന്റിൽ വോൾട്ടേജ് കാണിക്കുന്നില്ല. നമ്മുടെ ഈ കോയിലിൽ ഔട്ട്പുട്ടിൽ വോൾട്ടേജ് കാണിക്കുന്നില്ല. പിന്നെ ഇപ്പോൾ സെറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ കോയിലിൻ്റെ കണ്ടിന്യൂറ്റി ഒന്ന് നോക്കണം. നമുക്ക് കോയില് കണ്ടിന്യൂറ്റിയും കാണിക്കുന്നുണ്ട്, പക്ഷെ അപ്പുറത്ത് നമുക്ക് വോൾട്ടേജ് കാണിക്കുന്നില്ല. അതാണ് നമ്മുടെ പ്രശ്നം. ഇപ്പോൾ നമ്മുടെ അപ്പുറത്ത് വോൾട്ടേജ് വരുന്നുണ്ടോയെന്ന് അറിയാനായിട്ട് നമുക്കവിടെ B+ലൊരു ബൾബ് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കറിയാൻ പറ്റും B+ൽ വോൾട്ടേജ് വരുന്നുണ്ടോ ഇല്ലയോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതോടൊപ്പം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇലക്ട്രോണിക്സ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ B+ൽ ഒരു ബൾബ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സെറ്റ് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ ബൾബ് കത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ B+ വോൾട്ടേജ് വരുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മുടെ പ്രശ്നം സോൾവ് ആയില്ല. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ കോയില് നമ്മളൊന്ന് ഷോർട്ട് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. കോയില് ഷോർട്ട് ചെയ്താൽ നമുക്കറിയാൻ പറ്റും എന്താണ് പ്രശ്നമെന്ന്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ വോൾട്ടേജ് വരുന്നുണ്ടോ എന്ന് നോക്കണം. മീറ്റർ DC 200 ഇപ്പുറത്ത് വോൾട്ടേജ് വന്നോ നോക്കണം. ഓക്കെ, ഇപ്പുറത്ത് വോൾട്ടേജ് വന്നിട്ടുണ്ട്, പക്ഷെ നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഒന്നും വരുന്നില്ല. നമ്മുടെ LOT ഓവറായിട്ട് ഹീറ്റ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ LOT കംപ്ലൈൻ്റ് ആണ്. LOT ഒരെണ്ണം മാറ്റിയിടണം. ഇത് നമ്മൾ ഒഴിവാക്കി നമ്മൾ LOT ഒരെണ്ണം മാറണം. ഇത് 8005A ആണ് LOT. നമുക്ക് LOT ഒരെണ്ണം മാറ്റിയിട്ട് നോക്കാം.
ഞാൻ ഈ ബോർഡ് LOT ഇളക്കി എടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ട്യൂബിൽ നിന്ന് ഒഴിവാക്കിയായിരുന്നു. അതാണ് ഞാൻ ഇരിക്കുന്നത്. ഇപ്പോൾ 8500 ആണ് LOT. നമുക്കത് മാറ്റിയിടാം. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ LOT. നമുക്കൊന്ന് സോൾഡർ ചെയ്ത് വിടാം. വന്നപ്പോഴത്തേക്ക് നിങ്ങൾ മലയാള ട്യൂബിൽ നിന്ന് പോയി. നിങ്ങൾ മലയാള ട്യൂബ് എടുത്താലും ഞാൻ പഠിക്കാൻ വന്നു. ഞാനൊന്നും അവിടെ റേഞ്ചില്ലായിരുന്നു. ഇനി നമുക്കൊന്ന് സെറ്റ് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ സെറ്റ് ഓസിലേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ട്യൂബിലോട്ട് കണക്ട് ചെയ്ത് നോക്കാം. നമ്മൾ ട്യൂബിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് TV ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. സെറ്റ് ഓൺ ആയിട്ടുണ്ട്. ഓക്കെ, ബ്ലൂ സ്ക്രീൻ വന്നു. നമ്മുടെ TV ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.